പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. സ്റ്റാൻഡേർഡ് ടെസ്റ്റായി നൽകിയാൽ റിസൾട്ടിന്റെ കൃത്യത ഉറപ്പുവരുത്താൻ കഴിയുമോ? ഈ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. കേരളത്തിലെ ചെറുകിട ലാബുകളിൽ, അതായത് സെമി ഓട്ടോ അനലൈസർ ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റുട്ടീൻ ടെസ്റ്റുകൾ, ഷുഗർ, കൊളസ്ട്രോൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, ബിൽറൂബിൻ പോലുള്ള ടെസ്റ്റുകൾ ചെയ്തു വരുന്ന ലാബുകളിൽ കാണുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ വീഡിയോക്ക് ആധാരം. ഇത്തരം ലാബുകളിൽ ഭൂരിഭാഗം ലാബുകളിലും QC കാണാൻ കഴിയില്ല. അതേസമയം ഇത്തരം പല ലാബുകളും ടെസ്റ്റ് കറക്റ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഉദാഹരണ സഹിതം പറയാം. ഒരു ഷുഗർ നമ്മൾ ചെയ്യുകയാണെന്നിരിക്കട്ടെ. എന്താണ് ഷുഗർ ചെയ്യാനൊക്കെ വേണ്ടത്? ഒരു റിയേജന്റ് വേണം. GOD POD മെത്തേഡ് ആകുമ്പോൾ 1 ml ആണ് പൊതുവെ റിയേജന്റ് വോളിയം. സാമ്പിൾ വോളിയം എന്നുള്ളത് 10 മൈക്രോ ലിറ്റർ ആണ്. മിക്സ് ചെയ്ത് നമ്മൾ ഇൻക്യുബേഷൻ വെക്കുന്നു. 10 മിനിറ്റാണ് ഇൻക്യുബേഷൻ വരിക. അതിനുശേഷം നമ്മൾ സെമി ഓട്ടോ അനലൈസറിലേക്ക് ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. സെമി ഓട്ടോ അനലൈസറിലെ ആസ്പിരേഷൻ വോളിയം പലപ്പോഴും പല വോളിയംസ് ആണ് സെറ്റ് ചെയ്യാറുള്ളത്. 400 ആസ്പിരേഷൻ വോളിയം സെറ്റ് ചെയ്യാറുണ്ട്, 450, 500 സെറ്റ് ചെയ്യുന്നുണ്ട്, 950യും 1000 സെറ്റ് ചെയ്യുന്ന മെഷീനുകളും ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ സെറ്റ് ചെയ്തു, പ്രോഗ്രാമൊക്കെ കൃത്യമായിട്ട് ചെയ്തു. ഇനി നമ്മളൊരു ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ചെയ്യേണ്ടതുണ്ട്, QCയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ലാബുകളിൽ QC ചെയ്യാറില്ല, സ്റ്റാൻഡേർഡ് ചെയ്യുന്ന പതിവുണ്ട്. സ്റ്റാൻഡേർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിയേജന്റ് എടുക്കുന്നു, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എടുത്ത് മിക്സ് ചെയ്യുന്നു, ഇൻക്യുബേഷൻ ചെയ്യുന്നു. ഇൻക്യുബേഷൻ സമയമാകുമ്പോൾ നമ്മൾ മെഷീനിലേക്ക് ലോഡ് ചെയ്യുന്നു. 1 ml സൊല്യൂഷനിൽ നിന്നും 500 അല്ലെങ്കിൽ അതിന് താഴെ വോളിയമാണ് ആസ്പിരേറ്റ് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പകുതി ഭാഗം സൊല്യൂഷൻ അതിൽ തന്നെ കിടക്കും, ടെസ്റ്റ് ട്യൂബിൽ തന്നെ കിടക്കും. ഇത് ടെസ്റ്റിന്റെ മോഡിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സേവ് ചെയ്തതിന് ശേഷം ടെസ്റ്റിന്റെ മോഡിലേക്ക് ആസ്പിരേറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന റീഡിങ് നോട്ട് ചെയ്യും. ഷുഗറിനെ സംബന്ധിച്ചിടത്തോളം 100ന് നിയർ ആയിട്ടുള്ള റീഡിംഗ് ആണെങ്കിൽ 100 അല്ലെങ്കിൽ 101 അല്ലെങ്കിൽ 98, 99 ഇതേപോലുള്ള റീഡിംഗ് ആണെങ്കിൽ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് കറക്റ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ള ഒരു മീനിങ്ങിലാണ് ടെക്നീഷ്യൻ എത്തിച്ചേരുന്നത്. ഇതിൽ വലിയൊരു അപകടമുണ്ട്. ഇങ്ങനെയുള്ള ഒരു മീനിങ്ങിൽ എടുത്ത് ചെയ്യാൻ പോകുന്ന ടെസ്റ്റുകൾ ശരിയായിരിക്കും എന്നുള്ള കൺഫർമേഷനിൽ എത്തുമ്പോൾ നമുക്കവിടെ സ്റ്റാൻഡേർഡിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതോ, അതേപോലെ റിയേജൻസിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതോ, മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുണ്ടെങ്കിലോ ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഒരു ആക്യുറസി നിർണ്ണയിക്കാനുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി അഷ്വർ ചെയ്യാനുള്ള ഒരു മാർഗമേ അല്ല. ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പാർട്ടിയെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സാമ്പിൾ സൊല്യൂഷൻ ഉപയോഗപ്പെടുത്തി, ഒരു കൺട്രോൾ സൊല്യൂഷൻ ഉപയോഗപ്പെടുത്തി ടെസ്റ്റ് ചെയ്യുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. അതിനെയാണ് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ QC മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ ടെക്നീഷ്യൻ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ആ പ്രോഗ്രാമിൽ സ്റ്റാൻഡേർഡ് കോൺസെൻട്രേഷൻ ഫിക്സ് ചെയ്യും. ഷുഗറിനെ സംബന്ധിച്ചിടത്തോളം അത് 100 ആണ്. റിയേജന്റും കൺട്രോളും ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ സൊല്യൂഷൻ മെഷീനിന് കൊടുക്കുകയാണ്. എന്നിട്ട് മെഷീനോട് നമ്മൾ പറയാണ്, ഇത് ഞാൻ തരുന്നത് 100 കോൺസെൻട്രേഷനിലുള്ള ഒരു സൊല്യൂഷനാണ്, ഒരു കളേർഡ് സൊല്യൂഷനാണ്, നിങ്ങൾ അവിടെ അത് ഫിക്സ് ചെയ്തോളണം. അങ്ങനെ പറഞ്ഞാൽ മെഷീൻ ഏത് സൊല്യൂഷൻ കൊടുത്താലും ആ 100ന് പകരമായിട്ട് അല്ലെങ്കിൽ 100ന് ആനുപാതികമായിട്ട് ആ മെഷീൻ ഒരു OD അവിടെ ഫിക്സ് ചെയ്യും. പിന്നീട് നിങ്ങൾ ആ സൊല്യൂഷൻ തന്നെ ടെസ്റ്റിനായിട്ട് കൊടുത്താൽ മെഷീൻ പിന്നെ എന്താ തിരിച്ചു തരേണ്ടത്? 100 തന്നെയല്ലേ? കാരണം നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ആ സൊല്യൂഷൻ തന്നെയാണ് നിങ്ങൾ ടെസ്റ്റിന് സമയത്തും നമ്മൾ കൊടുക്കുന്നത്. അവിടെ 110, 120 ഒക്കെ വേരിയേഷൻ നിങ്ങളുടെ സെക്കൻഡ് റീഡിങ്ങിൽ കാണിച്ചു കഴിയുമ്പോൾ റിസൾട്ട് തെറ്റാണെന്നും, അല്ലെങ്കിൽ 101, 100 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ശരിയാണെന്നുള്ള ഒരു മീനിങ് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു മീനിങ് ആണ്. അങ്ങനെ ഒരിക്കലും ഒരു ടെസ്റ്റിന്റെ ആക്യുറസി നിർണ്ണയിക്കാൻ കഴിയില്ല. പകരം നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസിനെ ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ QC, എക്സ്റ്റേണൽ QC ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ സ്റ്റാൻഡേർഡ് ചെയ്തതിന് ശേഷം ആ സൊല്യൂഷനിൽ QC ചെയ്യുക. QC ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങളെ QCയുടെ മെറ്റീരിയലിനോടൊപ്പമുള്ള ചാർട്ടിൽ നോക്കിയിട്ട് ഇടയിലാണോ, മീനിനാണോ,
അല്ലെങ്കിൽ ഹൈ വാല്യൂ ആണോ ലോ വാല്യൂ ആണോ എന്ന് നോക്കിയിട്ട് അങ്ങനെ തെറ്റുകൾ തിരിച്ചറിയുന്ന മാർഗമാണ് നമ്മൾ ലാബുകളിൽ പ്രയോഗിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് തന്നെ ടെസ്റ്റായിട്ട് ചെയ്യുന്ന രീതി തികച്ചും തെറ്റാണ്. ഇതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നന്ദി, നമസ്കാരം.